Hello, welcome to my channel Homemade. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. ഹലോ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ കൊങ്കണീസിൻ്റെ ട്രഡീഷണൽ റെസിപ്പി ആയിട്ടുള്ള പത്രോടയാണ്. പത്രോട എന്ന് പറഞ്ഞാൽ ചേമ്പില അപ്പം. ഇത് പല സ്ഥലങ്ങളിലും പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇൻഗ്രീഡിയൻസിൽ വ്യത്യാസം വരുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കുറേ പേര് എന്നോട് ആവശ്യപ്പെട്ട റെസിപ്പിയാണിത്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറുള്ള സ്റ്റൈലിലാണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. ഇതിലെന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ, ട്രഡീഷണൽ റെസിപ്പിയിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കണം. എനിക്കറിയാവുന്ന പോലെയാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. നമുക്ക് മാവ് അരയ്ക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിലും പലർക്കും വ്യത്യാസം വരാറുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചരിയാണ്. ഒരു 3 മണിക്കൂർ വെള്ളത്തിയിട്ട് കുതിർത്തെടുത്ത പച്ചരിയാണിത്. 2 കപ്പ് പച്ചരിയാണ്. 250 ml കപ്പിൽ 2 കപ്പ് പച്ചരിയാണ് ഞാൻ വെള്ളത്തിയിട്ട് കുതിർത്തെടുത്തിരിക്കുന്നത്. 3 മണിക്കൂർ വെള്ളത്തിയിട്ടാൽ മതി, അതിൽ കൂടുതൽ ഇട്ടേക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കുതിർത്ത് വെള്ളം കളഞ്ഞെടുത്തിട്ടുള്ളതാണിത്. പിന്നെ നമുക്കിതിനകത്ത് ചേർക്കാനുള്ളത് ചെറുപയർ പരിപ്പാണ്. അത് 1/2 കപ്പ് ചെറുപയർ പരിപ്പ് ഞാൻ ഒരു അരമണിക്കൂർ വെള്ളത്തിയിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ചെറുപയർ പരിപ്പ് അത് ഓരോരുത്തർക്ക് ഇഷ്ടം പോലെ ചേർക്കാം. വേണമെന്നുണ്ടെങ്കിൽ കടലപ്പരിപ്പ് ചേർക്കാം, ചെറുപയർ ചേർക്കാം, ഉഴുന്ന് ചേർക്കാം, തോരപ്പരിപ്പ് ചേർക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നിയേക്കുന്നത് ചെറുപയർ പരിപ്പാണ്. അതുകൊണ്ട് ഞാനിത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പുളിയാണ്. പുളി സാധാരണ ഒരു വലിയ നാരങ്ങയുടെ വലിപ്പത്തിനുള്ള വാളംപുളി ഞാൻ വെള്ളത്തിയിട്ട് പിഴിഞ്ഞെടുത്തതാണ്. ഇതിന് പകരം കൊങ്കണീസ് കൂടുതൽ ഉപയോഗിക്കുന്ന സ്റ്റാർ ഫ്രൂട്ടാണ്. അതായത് പിന്നെ വൈരംപുളി എന്ന് പറയുന്ന പുളിയാണ്. അതില്ലാന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ പുളി എടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് തേങ്ങ ചിരകിയത് വേണം. 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ സാദാ ജീരകം, നല്ല ജീരകം. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി. കായപ്പൊടി ചേർക്കണം. കായ ഒരു പ്രത്യേക ഫ്ലേവർ തരും, കായവും ജീരകവും. പിന്നെ എരിവിനനുസരിച്ച് ഒരു 3 തൊട്ട് 5 വരെ വറ്റൽമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ശർക്കര ചീകിയെടുത്തതാണ്, ഒരു 2 ടേബിൾ സ്പൂണോളം വരും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ചേർത്ത്, വെള്ളം വളരെ ശ്രദ്ധിച്ച് കുറച്ച് ചേർത്ത് അരയ്ക്കണം. നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഒരു ഇഡ്ഡലിയുടെ മാവിൻ്റെ അത്രയും കട്ടി വേണ്ട, എന്നാൽ ദോശ മാവിൻ്റെ അത്രയും ലൂസായി പോകാൻ വേണ്ട. അപ്പോൾ ആ ഒരു പരുവത്തിന് നന്നായിട്ട് അരച്ചെടുക്കുക. ഒരല്പം തരി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഇനി നമുക്ക് വേണ്ടത് ചേമ്പില. ചേമ്പില സാധാരണ നമ്മുടെ പറമ്പുകളിലൊക്കെ കാണുന്ന ചേമ്പിലയാണ്. അത് മഴക്കാലത്ത് ഉണ്ടാകുന്ന ചേമ്പിലയാണ്. ഇത് തളിരില നോക്കി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂത്ത ഇലയാണെങ്കിൽ നമുക്ക് ചൊറിയും. അതിനുശേഷം ഈ ഇലയുടെ അകം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇലയുടെ പുറകുവശത്ത് നിന്ന് ഇതുപോലുള്ള അതിൻ്റെ ഞരമ്പുകൾ നന്നായിട്ട് വലിച്ചു കളയണം. ഞരമ്പുണ്ടെങ്കിലും നമുക്ക് ചൊറിയും. അപ്പോൾ ചൊറിച്ചിൽ മാറാനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, തളിരില നോക്കി എടുക്കുക, അതിൻ്റെ ഞരമ്പെല്ലാം നന്നായിട്ട് കഴിയാവുന്ന അത്ര ഇതുപോലെ വലിച്ച് കളയുക. പിന്നെ പുളി ആവശ്യത്തിനധികം ചേർക്കണം. പുളി കുറഞ്ഞു പോയി കഴിഞ്ഞാലും നമുക്ക് ചൊറിച്ചിലുണ്ടാകും. അപ്പോൾ ഇതെല്ലാം പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ചേമ്പല നന്നായിട്ട് വേകുകയും വേണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ചൊറിച്ചിലൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള പത്രോട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ മാക്സിമം ചേമ്പിൻ്റെ വെയിൻസ് എല്ലാം പറിച്ച് കളയുക, എന്നിട്ട് ക്ലീൻ ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ചെറിയ ചേമ്പല നോക്കിയാണ് എടുത്തേക്കുന്നത്. ഇത് കണ്ടോ, മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ദോശമാവിൻ്റെ അത്രയും ലൂസും അല്ല, ഇഡ്ഡലി മാവിനേക്കാൾ ലൂസാണ് താനും. ഈ ഒരു പരുവത്തിന് എടുക്കുന്നതാണ് നല്ലത്. മാവ് കട്ടിയായി പോയി കഴിഞ്ഞാൽ മാവ് ഇലയിൽ പിടിക്കാൻ പാടായിരിക്കും. അപ്പോൾ ഇല തുറന്നു പോരും. ഇനി നമുക്കിത് മാവ് ഇതിൻ്റെ പുറത്തേക്ക് തേച്ച് കൊടുക്കാം. കൂട്ടത്തിൽ വലിയ ചേമ്പല നോക്കി ആദ്യം വെച്ച് കൊടുക്കുക. എനിക്കിത് ചെയ്യാനുള്ള സൗകര്യം നോക്കി ചെറിയ ചേമ്പല നോക്കിയാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങളെ കാണിച്ചു തരാനും വീഡിയോ എടുക്കാനുള്ള സൗകര്യത്തിന് വലിപ്പം കുറഞ്ഞ ചേമ്പല നോക്കിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൽ കൂട്ടത്തിൽ വലിയ ചേമ്പല നോക്കി ആദ്യം താഴെ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഇതുപോലെ മാവ് കോരി ഒഴിച്ച് നന്നായിട്ട് കൈ കൊണ്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. എല്ലാ സ്ഥലത്തും
നമ്മുടെ മാവ് എത്തുന്ന രീതിയിൽ വൃത്തിയായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. മാവ് കട്ടിയായി പോയി കഴിഞ്ഞാൽ ഇതിൽ നന്നായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏറ്റവും വലിയ ചേമ്പല അടി വയ്ക്കുക, അതിൻ്റെ മേളിൽ അതിനേക്കാൾ ചെറിയ ചേമ്പല നോക്കി ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കുക. കമഴ്ത്തി വേണം വെക്കാനായിട്ട്. അതിൻ്റെ പുറത്തേക്കും നമുക്ക് ഇതേപോലെ മാവ് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു ചേമ്പിൻ്റെ തല താഴെവശവും നീണ്ട കൂർത്ത ഭാഗം മേളിലുമാണ് വെക്കുന്നതെങ്കിൽ അടുത്ത ഇല വേണമെങ്കിൽ ഓപ്പോസിറ്റായിട്ടും വെച്ച് കൊടുക്കാം. ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഒരു 5 മുതൽ 8 വരെ ചേമ്പല നമുക്ക് ഇതിൻ്റെ മേളിൽ വെച്ച് ഇതുപോലെ മാവ് തേച്ച് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു പത്രടയിൽ 5 ചേമ്പല വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വലിപ്പം കുറഞ്ഞു വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യണം. ആദ്യം നമ്മൾ വെച്ച ഏറ്റവും വലിയ ഇലയായിരുന്നു, അതിൻ്റെ മേളിൽ അതിൽ ചെറുത്, അതിൻ്റെ മേലെ അതിൽ ചെറുത്, അങ്ങനെ 5 ചേമ്പല വരെ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ 5 ചേമ്പലയും വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ മടക്കുക. ആദ്യം 2 സൈഡും മടക്കുക. ഇതേപോലെ 2 സൈഡും മടക്കി ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം താഴെ നിന്ന് പതുക്കെ റോൾ ചെയ്ത് വരാം മേളിലേക്ക്. തുറന്നു പോകാത്ത രീതിയിൽ അല്പം ടൈറ്റായിട്ട് അടച്ചു വയ്ക്കുക. ഇതേപോലെ നമുക്ക് റോൾ ചെയ്ത് എടുക്കാം. ഒരല്പം മാവ് ഇതിൻ്റെ പുറത്തേക്കും കൂടെ നമുക്ക് കയ്യിലുള്ളത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഒട്ടിയിരുന്നോളും. കെട്ടി വെക്കേണ്ട ആവശ്യമൊന്നും വരില്ല, അത് നന്നായിട്ട് ഒട്ടിയിരുന്നോളും. ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഞാൻ 20 ചേമ്പല വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. 5 എണ്ണം വീതമുള്ള 4 റോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അപ്പച്ചെമ്പിലേക്ക് വെച്ച്, അപ്പച്ചെമ്പോ ഇഡ്ഡലിത്തട്ടോ സ്റ്റീമറോ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് വെച്ചിട്ട് 1 മണിക്കൂർ മിനിമം ആവി കയറ്റി കൊടുക്കണം. ചേമ്പില 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ആവി കയറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് ചൊറിച്ചിലുണ്ടാവും. അതുകൊണ്ട് കഴിവത് 1 മണിക്കൂറെങ്കിലും, 1 മണിക്കൂറിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല, അത്രയെങ്കിലും ആവി കയറ്റണം. അതിനുശേഷം നമുക്ക് തുറക്കാം. നന്നായിട്ട് വെന്തില്ലെന്നുണ്ടെങ്കിൽ ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ അടിയിൽ വെള്ളം ഉണ്ടോ, നമ്മുടെ സ്റ്റീമറിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയേക്കണം. വെള്ളം വറ്റിപ്പോകരുത്. അതുകൊണ്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ വെള്ളം ഉണ്ടോ എന്നൊന്ന് തുറന്ന് നോക്കി പുറങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ 1 മണിക്കൂറാണ് ഞാനിത് വേവിച്ചിരിക്കുന്നത്. 1 മണിക്കൂർ വേവിച്ച് കഴിഞ്ഞപ്പം ചേമ്പിലേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. ഇങ്ങനെ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല പച്ച വെളിച്ചെണ്ണയും തേച്ചിട്ട് അങ്ങനെ തന്നെ കഴിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ തവയിൽ വെച്ച് കുറച്ച് നെയ്യോ എണ്ണയോ എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്ത്, തവ ഫ്രൈ ആയിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ്. വെറുതെ പച്ച വെളിച്ചെണ്ണ തേച്ച് ഇതുപോലെ കഴിക്കുന്നതും ടേസ്റ്റാണ്. അത് ചൂടോടെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. തണുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ മുറിച്ച് അല്പം നെയ്യിലോ വല്ലതും വെച്ച് നമുക്ക് വറുത്തും എടുക്കാം. ഇനി നമുക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചതൊന്ന് കുറച്ച് വറുത്തെടുക്കാം. നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി. ഞാൻ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. ഓരോ പീസും നമുക്ക് ഇതിനകത്തേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ പത്രോടയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്കിഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. ശർക്കര ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെ കുറച്ച് മധുരവും പുളി നന്നായിട്ട് ചേർക്കുന്നതുകൊണ്ട് ഇച്ചിരി പുളിപ്പും ഉണ്ടാവും, മധുരം ഉണ്ടാവും. ജീരകത്തിൻ്റെയും കായത്തിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ ഒരു ടേസ്റ്റ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല ചൂടോടെ കഴിക്കണം. തണുത്താൽ അത്രയും ടേസ്റ്റ് ഇപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ചൂടോടെ കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പത്രോടയുടെ ചൊറിച്ചിലൊക്കെ ഒഴിവാക്കാം. തളിരില നോക്കിയെടുക്കുക, ഇലയുടെ ഞരമ്പുകളെല്ലാം വലിച്ചു കളയുക. ആവശ്യത്തിന് പുളി ചേർക്കണം. പുളി ഒട്ടും കുറഞ്ഞു പോകരുത്.
ചേമ്പില നന്നായിട്ട് വേകുകയും വേണം. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പത്രോട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പത്രോട ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ എനിക്കറിയാവുന്ന അറിവ് വെച്ചിട്ട് ഞാൻ ചെയ്യാറുള്ള രീതിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ തന്നിരിക്കുന്നത്. ട്രഡീഷണൽ റെസിപ്പിയിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എനിക്കറിയാവുന്ന പോലെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എല്ലാവരും ചെയ്ത് നോക്കണം. ഇതുപോലെ നെയ്യിലും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി എന്നെ വിവരം അറിയിക്കണം. താങ്ക്